നടപ്പാക്കുന്നതിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി നിയമസഭ. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടായി എന്ന് സംശയിക്കുന്നതായി മന്ത്രി വി.എൻ. വാസവൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. SIR നടപ്പാക്കുന്നതിനെതിരെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി നിയമസഭ. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. SIR വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുന്നുവെന്ന ആക്ഷേപം വ്യാപകമാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിൽ വലിയ ഗൂഢാലോചനയുണ്ടായെന്ന് സംശയിക്കുന്നതായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. വിവരമറിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷിച്ചു. ഈ അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തിയത്. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കോടതി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ദുരന്തത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന വീഡിയോ സന്ദേശവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. വ്യാജ പ്രചാരണം നടത്തരുത്. ഏതു പാർട്ടിയിൽപ്പെട്ടതായാലും മരിച്ചത് തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ശബരിമലയിലെ ദ്വാരപാലക പീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. രേഖകൾ പരിശോധിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷിക്കണമെന്നും ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പാചകത്തൊഴിലാളി രാജേന്ദ്രന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ അയൽവാസിയായ പ്രതി രാജീവിനെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയുമായി രാജേന്ദ്രന് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ദുരന്ത ഭൂമി സന്ദർശിക്കാൻ അനുമതി തേടി TVK നേതാവ് വിജയ് ഹൈക്കോടതിയിൽ. സന്ദർശനത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും തടസ്സം നിൽക്കരുതെന്നാവശ്യപ്പെട്ട TVK ജനറൽ സെക്രട്ടറി യാദവ് അർജുനെയാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചിക്കൻ കറി വേണമെന്ന് വാശി പിടിച്ചതിന് മകനെ അമ്മ ചപ്പാത്തി കോലുകൊണ്ട് തല്ലിക്കൊന്നു. മഹാരാഷ്ട്രയിലെ പാൽഘറിലാണ് സംഭവം. 7 വയസ്സുള്ള ചിന്മയ് ഗുംഡെയാണ് കൊല്ലപ്പെട്ടത്. അമ്മ പല്ലവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പല്ലവി മകളെയും ആക്രമിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. മകൾ ചികിത്സയിൽ തുടരുകയാണ്. സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് പവന്റെ വില 680 രൂപ കൂടി 85,360 രൂപയായി. ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 10,670 രൂപയാണ്. കമ്മ്യൂണിറ്റി വിപണിയായ MCXൽ 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 1,15,590 രൂപയാണ്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറും BJP നേതാവുമായ തിരുമല അനിലിന്റെ മരണത്തിൽ BJP നേതാക്കളുടെ അടക്കം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനൊരുങ്ങി അന്വേഷണ സംഘം. ജില്ലാ ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികൾ, നിക്ഷേപകർ, അനിലിന്റെ സഹപ്രവർത്തകർ, BJP നേതാക്കൾ എന്നിവരുടെ മൊഴികളാണ് ഇനി രേഖപ്പെടുത്താൻ ഉള്ളത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.